ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വീഡിയോ ഒക്കെ കൊണ്ടുവന്നിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ആളാരാന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് സൂപ്പർ സ്റ്റാറും അതുപോലെ തന്നെ മലയാളത്തിന്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടിയും തമ്മിലുള്ള വിഷയമാണ്. ആരാധന മനസ്സിലായില്ലെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അലിൻ ജോസ് പെരേരയും അതായത് മെഗാസ്റ്റാർ മമ്മൂട്ടിയും തമ്മിലുള്ള വിഷയം. അതായത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഈ അലിൻ ജോസ് പെരേര വെറുതെ ഇരുന്ന മമ്മൂക്കയുടെ വാപ്പാക്ക് വിളിക്കുകയും മമ്മൂക്കയുടെ ആരാധകരായിട്ടുള്ള ആളുകൾ വന്നിട്ട് ഇദ്ദേഹത്തെ മാപ്പ് പറയിപ്പിക്കുകയും കരയിപ്പിച്ച് വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ടാണ് നമ്മൾ വരുന്നത്. ഈ വിഷയം എങ്ങനെ തുടങ്ങി, എങ്ങനെ അവസാനിച്ചു എന്നുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്നിരുന്നാൽ പോലും നമുക്ക് വിഷയത്തിലോട്ട് വരാം. അതായത് ആദ്യം ഈ മമ്മൂട്ടിയുടെ ഫാദറിന് വിളിക്കുന്നതായിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതായത് പ്രശസ്ത നടൻ മമ്മൂട്ടിയുടെ അച്ഛന് വേണ്ടി വിളിക്കുന്ന അലിൻ ജോസ് പെരേരയുടെ ഒരു ക്ലിപ്പ് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. അതാണ് ഇപ്പൊ ആദ്യം നിങ്ങൾ കാണുന്നത്. അപ്പൊ നമ്മുടെ അലിൻ ജോസ് പെരേര എന്നറിയില്ല, പ്രസംഗമല്ല. അപ്പൊ ആദ്യം ആ ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് വരൂ. ഫാൻസ് അല്ല, മമ്മൂക്കാന്റെ അപ്പം കുഴിന്ന് എണീറ്റ് വന്നതെന്ന് പറഞ്ഞാൽ പോലും അലിൻ ജോസ് പെരേര പേടിക്കത്തില്ല. പിന്നെയാണ് മമ്മൂട്ടിയുടെ ഉപ്പാപ്പ മറ്റേ കുഴിമാടത്തിൽ നിന്ന് എണീറ്റ് വന്നാൽ പോലും അലിൻ ജോസിന്റെ ഒരു രോമത്തിൽ പോലും മമ്മൂട്ടിയുടെ ഫാൻസോ ഒരു മനുഷ്യനെ തൊടത്തില്ല. ഒരു പൂച്ചക്കുഞ്ഞു പോലും അലിൻ ജോസിന്റെ കയ്യെ പിടിക്കത്തില്ല. മനസ്സിലായി? ഞൊട്ടും അലിൻ ജോസിനെ അടിക്കണമെങ്കിൽ ഞൊട്ടും. ഈ ക്ലിപ്പിൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇദ്ദേഹത്തിന് ആരോ തിരിച്ചു കിട്ടതാണ്. അതായത് ഇങ്ങനെ മോട്ടറാക്കി മറ്റേ കുട്ടികൾക്ക് കളിപ്പിക്കുന്ന സാധനമില്ല, ചെണ്ടൊക്കെ കൂട്ടണ അങ്ങനത്തെ സാധനമാണ്. ഇങ്ങനെ തിരിച്ച് അപ്പൊ ആരോ തിരിപ്പിച്ചപ്പോ പറഞ്ഞതാണ്. ഇപ്പുറത്ത് ഇത് മമ്മൂക്കാട് ആരാധകരെ ഏറ്റെടുക്കുന്നുള്ള അറിയില്ലല്ലോ. മമ്മൂക്കാട് ആരാധകർ എങ്ങനെയാണെന്നുള്ളതും ആ ആരാധകര് എങ്ങനെയാണ് ഇത്ര നിലയിൽ എത്തിയതെന്നുള്ളതും മമ്മൂക്ക എങ്ങനെയാണ് ആരാധകരോട് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളതും ഇതൊന്നും ഈ മണ്ടകുണാപ്പിക്ക് അറിയുന്നില്ല. ഞാൻ മുന്നേ ഇവർ പറഞ്ഞതാണ്, ഇവരൊക്കെ നമ്മളാണ് ഏറെ ഈ ഇങ്ങനത്തെ ഒരു അവസരം കൊടുക്കുന്നത്. നമ്മൾ ഇവരെ മെയിൻ ചെയ്യാതിരിക്കുകയും ഇവർക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. അതായത് ഇപ്പൊ ഇവരുടെ പ്രശ്നങ്ങൾ ഈ ഒരു മാസം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവരുടെ പ്രശ്നങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. ഈ അലിൻ ജോസിന്റെ ആറാട്ടണ്ണന്റെ ഇവരുടെ പ്രശ്നങ്ങൾ ഇല്ലാതെ ഇപ്പം സോഷ്യൽ മീഡിയ ഇല്ല. അപ്പൊ അത്ര രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് ഇവരെ നമ്മളെന്നെ കൊടുത്ത് ഇവര് നമ്മളെ തന്നെ താഴ്ത്തുന്നു, ഇവര് നമ്മളെ കൊണ്ട് വരത് കഴിപ്പിക്കുന്നു. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മമ്മൂട്ടിയുടെ ആരാധകർ വന്നിട്ട് ഇദ്ദേഹത്തിന് പൊങ്കാലിടുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അതായത് ഇദ്ദേഹത്തിനോട് മാപ്പ് പറയിപ്പിക്കുന്നതും വേറെ കാര്യങ്ങളുണ്ട്. മലയാളത്തിലെല്ലാ ഓഡിയൻസിനും മാപ്പ് പറയണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇയാൾ കൊളർത്തിട്ടില്ല മമ്മൂട്ടിയുടെ ആരാധകർ വരും എന്നുള്ളതോ, ഇയാൾ അങ്ങനെ ചിന്തിക്കുന്ന പോലില്ല. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന മമ്മൂട്ടിനെ പറയുന്നത് ഓക്കെ, ഇത് മമ്മൂട്ടിയുടെ മരിച്ചുപോയ അച്ഛനെ വരെ പറയുകയാണ് ഈ ചങ്ങായി ചെയ്തേക്കണേ. ഇവന്റെ ചെകള അടുക്കി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. എന്നിരുന്നാലും ആ ഒരു ക്ലിപ്പ് കൂടി നിങ്ങൾ കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട് സംസാരിക്കാം. അപ്പൊ ആ ക്ലിപ്പ് കൂടി കണ്ടിട്ട് വരും. മമ്മൂട്ടിനോടും മമ്മൂട്ടിയുടെ ഫാമിലിയോടും മമ്മൂട്ടിയുടെ പ്രേക്ഷകരും, അതായത് ഈ ലോകം മൊത്തം ഞാൻ സപ്പോർട്ട് ചെയ്താവാം. ശരിയാണ്, ഞാൻ പല കാര്യം പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നീ ഈ കാണിച്ചത് പൈസലിക്ക എന്നെ അടുത്ത് വന്നോണ്ട് നീ രക്ഷപ്പെട്ടു. നമുക്കായുള്ള ആക്ടർ ആരുടെയും തലവഴി കയറാനില്ല. അപ്പം അതുപോലെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർന്ന നിങ്ങളെപ്പോലെ സിനിമാറാകാൻ കൊതിച്ച് പട്ടിണിടുന്ന വന്ന ഒരാളാണ് മെഗാസ്റ്റാറായി ഇന്ന് നിൽക്കുന്ന നമ്മുടെ മമ്മൂട്ടി. ഒരു കാര്യം പറയാൻ അനുവദിക്കണം പ്ലീസ്. അപ്പൊ കഥയായിട്ട് പറയില്ല, ജസ്റ്റ് ചുരുക്കി പറയുന്നത് ഈ ആളുടെ ലോകത്തിൽ ഒരു തെരുവിളി കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് ഇതുകൂടെ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞെന്ന് മനസ്സിലാവണ്ടേ. അപ്പൊ ഇന്ന ദിവസം നമുക്കടെ പണം റിലീസ് ആകുമ്പോൾ വരുന്നുണ്ട്, അടിക്കും പിടിക്കും എന്നുള്ള ഭീഷണി. അവിടെ കുറച്ച് ഫേക്കിൽ വരുന്ന കുറച്ച് പേരുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല, ഫേക്കായ ആൾക്കാർ മാത്രം എല്ലാവരും അങ്ങനെയല്ല. കുറെ നല്ല ചഞ്ചകൾ ഉണ്ടാക്കി ഇതിൽ അവർക്ക് സപ്പോർട്ട് ഉള്ള ആൾക്കാരാണ്. പക്ഷെ അവർ അങ്ങനെ അല്ലാത്തവർ ഇവനെ ഭയങ്കരമായിട്ട് റീച്ച് തമാശയായിട്ടല്ലേ പറഞ്ഞത്. ഇവൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇവൻ പൊതുമാപ്പ് പറഞ്ഞിരിക്കണം. ആ സമയത്ത് കൂടി സംഭവിച്ചു. കേരളത്തിന്റെ മെഗാസ്റ്റാർ ആയിട്ടുള്ള ഒരു പാവപ്പെട്ട മനസ്നേഹിയായിട്ടുള്ള മനുഷ്യൻ മമ്മൂക്ക സാറിന് മരിച്ചുപോയ ആൾക്കാരുടെ പേരല്ല അങ്ങനെ അപ്പനപ്പന്മാരെന്നൊക്കെ പറഞ്ഞു പാപ്പക്കും ബാപ്പന്റെ അപ്പക്കും വിളിച്ച പോലെയൊക്കെ ആൾക്കാരും പറഞ്ഞതോ അതുകൊണ്ട് ഞാൻ എന്താ ശ്രമിക്കുന്നു. അപ്പോൾ ആ പറഞ്ഞ വാക്കുകൾ നമുക്ക് വീട്ടുകാരെ വിളിച്ച് ചിത്ര വന്ന രീതിയിൽ പറയുന്നത് പെട്ടെന്ന് ആവശ്യത്തിൽ പറഞ്ഞു പോയതാണ്. അപ്പൊ അതിന് മാപ്പ് ചോദിക്കുകയാണ്. ഭയങ്കര വിഷമമുണ്ട്. മമ്മൂക്കയെ സ്നേഹിക്കുന്ന എല്ലാവരും കണ്ടുപിടിച്ചാൽ മാപ്പ് പറയുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിന്റെ കൂടെ മറ്റേ ഒരാളുണ്ട്, ആൾ പറയുന്നുണ്ട് ആറാട്ടണ്ണന്റെ ഇതിൽ കൂടെ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു പോയതാണ്, അങ്ങനെ പറഞ്ഞു പോയതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തില് ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരാളുടെ അച്ഛനെ വിളിക്കുക എന്നുള്ളതല്ല ഇവിടെ വിഷയം. അതായത് ഈ പറഞ്ഞ മൊയന്ത്, അതായത് ഈ അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന പൊട്ടക്കണക്കനെ
ഈ മലയാളത്തിലേക്ക് ഇങ്ങനെ കൊടുന്ന് പ്രസന്റ് ചെയ്യുകയും ഇദ്ദേഹം എന്തോ വലിയ സംഭവമാണ്, ഇവൻ വിളിച്ചാൽ പ്രശ്നമില്ല എന്ന് ഇവനെ തരിപ്പ് കയറ്റുകയും ഇവന്റെ കൂടെ നിൽക്കുന്ന കുറെ വാൽമാക്രികളായിട്ടുള്ള പൊട്ടന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇവനെ കൊണ്ടുനടന്ന് ഇവനെ ഷോർട്ട് ഫിലിമിൽ അഭിനയിപ്പിക്കുക, ഇവനെ കൊണ്ടുനടന്ന് മറ്റേ പടത്തിൽ അഭിനയിപ്പിക്കുക, അങ്ങനെ കുറെ പടങ്ങൾ അഭിനയിപ്പിച്ചിട്ട് ഇവന്റെ സ്റ്റാർഡം കൊണ്ട് അവർക്ക്, അതായത് ഒരു ചീര നനഞ്ഞാല് വാഴ നനഞ്ഞ ചീനി നനയോലോ എന്നുള്ള ഒരു പരിപാടിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കുറച്ചെങ്കിലും ആരാധകരുള്ള ഈ അലിൻ ജോസിന്റെ ഇവനെ ഷോർട്ട് ഫിലിമിലേക്ക് കൊണ്ടുവന്നാൽ അലിൻ ജോസ് ഇൻ എന്ന് എഴുതി കാണിക്കുമ്പോൾ ഏതോ ഒരു വകതിരിവില്ലാത്ത ഒരു ഷോർട്ട് ഫിലിം അടക്കം ഇവിടെ കേരളത്തിൽ ഹിറ്റാവും. അതായത് അലിൻ ജോസിന്റെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ അത് കാണുകയും അലിൻ ജോസ് എന്താണെന്ന് പറയുന്നത് മനസ്സിലാക്കി അതിനകത്ത് പോവുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ഇവിടെ നടക്കുന്നുണ്ട്. അതാണ് ഈ ആറാട്ടണ്ണനും ഇവരൊക്കെ ഒന്ന് അഭിനയിക്കാറിയോ ഇല്ല, ഇവർക്കൊക്കെ സിനിമ എന്താണെന്നറിയോ ഇല്ല, ഇവർക്ക് എന്താന്ന് പോലും അറിയാതെ, ഇവർക്ക് എന്താണ് ചെയ്യുന്നത് പോലും അറിയാതെ ഇവരെ മോട്ടറാക്കി തരിപ്പ് കയറ്റി ഇങ്ങനെ ചെയ്യുന്ന ആളുകളോടാണ് എനിക്കിതിൽ പറയാനുള്ളത്. അപ്പൊ ഇവര് ചെയ്യുന്നത് തെറ്റാണ് ശരിയാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ബോധം ഇവരെ കൂടെയുള്ള ആൾക്കാർ മനസ്സിലാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വീട്ടിലേക്ക് ആൾക്കാർ വന്ന് അടിക്കുക തെളിയും, അത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മാപ്പ് പറഞ്ഞിട്ടും കോപ്പ് പറഞ്ഞിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതില് മമ്മൂട്ടി ആരാധകരല്ല, ഇനിയിപ്പോ അടുത്തത് ബാക്കിയുള്ള ആരാധകർ വരും. ഇപ്പൊ ഇദ്ദേഹത്തിന് എന്താ വെച്ചാൽ ഇവരുടെ രീതിയിലേക്ക് പോയാൽ മതി. എന്റെ അഭിപ്രായത്തിൽ ഇവിടെ കിടന്ന് ബാക്കിയുള്ള വള്ളികൾ വിളിച്ചെടുക്കുകയും ബാക്കിയുള്ള സംസാരങ്ങൾ സംസാരിക്കുകയും ഇങ്ങനെ മമ്മൂട്ടി ആരാധകർ അല്ലെങ്കിൽ മോഹൻലാൽ ആരാധകരും ഇപ്പൊ ഞാൻ അടുത്ത മറ്റേ ആറാട്ടനെ കയറാം. ആറാട്ടനെ എന്നോ കാലം മുതൽ മറ്റേ മോഹൻലാലിനോട് പറയുന്നുണ്ട്, മോഹൻലാലിനെ പറ്റി തിന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ്, എനിക്കിതിനെക്കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്താ പറയാണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.